ഇല്ല തന്നെ ചന്ദനാശം മടുത്ത ഒരു പൂപ്പൽ മണ കിട്ടിയേ. ഒരു സഹായവും ചെയ്യില്ല. എന്നാ മനുഷ്യനൊക്കെ മൂത്തോക്കി പറഞ്ഞ വർത്താനം. അത് അവര് താമസിക്കുന്ന ഷെഡ്യൂളാണ്. പക്ഷെ നല്ല മനോഹരമായതിൻ്റെ അവിടെ തീയൊക്കെ കൂട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ. ഇവിടെ ഇഷ്ടംപോലെ ചന്ദ്രമരങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും നല്ല സംഭവമായിട്ട് പോലും ഇതേ ഒന്ന് ക്ലീൻ ചെയ്യുമോ, അതൊന്നൊരു പരിപാലിക്കുക എന്നുള്ളത്. 10 രൂപ വെച്ച് ടിക്കറ്റും മേടിക്കുന്നു. ഹലോ ഗേസ്, നമ്മുടെ കിടക്കൻ യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ മറയൂരിലാണ് ഉള്ളത്. നമ്മളെ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ മറയൂരെത്തി. മറയൂരിലുള്ള കാഴ്ചകളും അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറയൂരിലേക്ക് പോകണ വഴിക്ക് നമ്മൾ ചന്ദനമരം കണ്ടു. ഇത് കണ്ടോ, ഈ നിൽക്കണതാണ് ചന്ദനമരം. ഇതുണ്ടോ, ഇതിങ്ങനെ നിൽക്കണുണ്ട്, ചന്ദനമരമാണ് കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മറയൂരിൽ നിന്ന് കോവിൽക്കടവ് എത്തി. കോവിൽക്കടവിൽ നിന്ന് നേരെ അവിടെ കോവിൽക്കടവിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കോവിൽക്കടവിൽ നിന്ന് നേരെ നമ്മൾ കാന്തല്ലൂർ കയറി പോവാണ്. കാന്തല്ലൂർ കയറി പോകുമ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം ഇപ്പോൾ നമ്മൾ നിൽക്കണേ. ഇതുണ്ട് ചന്ദനമരം നിൽക്കണേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആരും കണ്ടില്ല, കയറി കാണാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ടും വേണം. നമ്മളിതുണ്ടോ, ഈ മറയൂർ പോകുന്ന വഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ മല പൊട്ടിച്ച് വളഞ്ഞ് തിരിഞ്ഞാണ് ഈ വഴി കയറി പോകുന്നത്. വണ്ടികളൊക്കെ നല്ല ഫീലാണ്. അത്യാവശ്യം കയറ്റമുണ്ട്. കുഴപ്പമില്ലാത്തൊരു ഏരിയയൊക്കെയാണ്. ചെമ്പകം നിൽക്കണുണ്ട്, ചെമ്പകം മേളിൽ നിൽക്കണതാണ്. ചെമ്പകമരമാണ് നിൽക്കണേ മേളിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ ആയിട്ട് മുന്നോട്ട് പോയേക്കാം. നിങ്ങൾ ചന്ദനമരം ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്താണ് ഇരിക്കണേ. നമ്മുടെ ഹൃദയരാഗം ബ്രോ എവിടെ ഇപ്പുണ്ട്. അടിപൊളി ചാനലാണ് പുള്ളി. നമ്മളെക്കാളൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. കുറേ കാലങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾ. 130 വീഡിയോകളും പുള്ളിയുടെ ചാനലുണ്ട്. പുള്ളിയുടെ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. അതുപോലെ പുള്ളി നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ സഹകരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനലിൽ. ഒരു സഹായവും ചെയ്യില്ല എന്ന് എന്നാ മനുഷ്യനെ നോക്കി മൂത്തോക്കി പറഞ്ഞ വർത്താനം. അത് നമ്മളെന്ത് സഹായിക്കാനാ? അങ്ങനെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടായിരുന്നു. നമ്മളെന്താ ആദ്യം ഒന്ന് രക്ഷപ്പെടും. ഇവിടുന്ന് നല്ല ദൂരക്കാഴ്ചകളൊക്കെ നല്ല മനോഹരമാട്ടോ. ഇവിടുന്ന് ഇച്ചിരി മേലിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ വണ്ടി നിർത്തണം. അന്നേരം കാണിച്ചു തരാം. ദൂരക്കാഴ്ചകളൊക്കെ ഇച്ചിരി ഭംഗിയായിട്ട് മേലിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തിൽ കയറി പോവാം. ഏതൊക്കെ ആള് വരുന്നുണ്ടേ. നമ്പറുണ്ടോ നീല നടത്തിയിരിക്കുന്നു? ഏതായാലും നമ്പർ എന്തായാലും നമ്മുടെ ഹൃദയരാഗം ചാനലിലെ വീഡിയോ നിങ്ങളെല്ലാവരും നമ്മുടെ ആൾക്കാർ പോയി കാണും. പുള്ളിയുടെ കഷ്ടപ്പാട് എന്നാണ് ഒക്കെ മനസ്സിലാക്കിയത് ഞാൻ ശരിക്കും ഇപ്പോഴാണ്. ചാനല് പൂട്ടുക ഇതൊക്കെ ഞാനിടും, ഉറപ്പായിട്ട് ഞാനിതിടും കേട്ടോ. ഒരു വിഷ്വൽ ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പുള്ളി അത് സൂം ചെയ്ത് അവിടെ ആളുകൾ നിൽക്കണം, കണ്ടല മലയിൽ ആളുകൾ നിൽക്കണമൊക്കെ കാണിക്കുക എന്നുള്ള പരിപാടിയൊക്കെയാണ് പുള്ളിയുടെ ഏറ്റവും പ്രധാനമായ സംഭവം. എന്തായാലും മനോഹരമായ കാഴ്ചകൾ പുള്ളിയുടെ ചാനലിൽ കാണുന്ന വീഡിയോകളെല്ലാം നല്ല രസകരമായ ഒരു ചാനലാണ്. രസകരമായ വീഡിയോകളുള്ള ചാനലാണ്. വണ്ടികളാണെങ്കിൽ ഇങ്ങനെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടുണ്ടല്ലോ ഭയങ്കര തിരക്കാണ്. ബൈക്കിലൊക്കെ പിള്ളേർ ഇറച്ചി കുത്തിയമാണ്. ആനക്കോട്ടപ്പാറ കോട്ടപ്പാറ കയറുന്നതിന് ടിക്കറ്റ് 10 രൂപ. ഈ ആനക്കോട്ടപ്പാറ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇത് ടിക്കറ്റൊന്നും ഇല്ലായിരുന്ന ഒരു പ്ലേസായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ടിക്കറ്റൊക്കെ ആയത്. ഒരു കുറച്ച് നാളുകളായുള്ളൂ. ഇതൊരു ടൂറിസം പ്ലേസ് ആക്കിയിട്ടും ഇവിടെ ടിക്കറ്റ് എടുത്ത് ആളെ കയറ്റാൻ തുടങ്ങിയിട്ടൊക്കെ ആയിട്ട് ഏതാനും ഒരു 5 വർഷത്തോളമായില്ല. അതിന് മുമ്പ് നമുക്കിവിടെ ഒന്ന് ഫ്രീ ആയിട്ട് കയറി കാണുകയും ഇതിൻ്റെ മേടുകളെ പിന്നെ നടക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ ടിക്കറ്റ് വെച്ചു. ഇവിടെ ഒരു കയറ്റും വെച്ച് ടിക്കറ്റൊക്കെ വെച്ച് ഇപ്പോൾ ആളെ കയറ്റാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഹൃദയരാഗം ചങ്ക് വരുന്നുണ്ട്. എനിക്കൊരു മണ്ടത്തരം പറ്റിയപ്പോൾ ഇതിൻ്റെ പേര് ആനക്കോട്ടപ്പാറ എന്നല്ല എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനത് ഇച്ചിരി പ്രശ്നമാക്കിയിട്ടുണ്ട്. അറിയിപ്പ് ബോർഡുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കോട്ടോ. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ മതി. എന്തായാലും നല്ല മനോഹരമായ ഒരു ക്ലൈമറ്റാണ്. നമുക്കിവിടെ അനുകൂലമായ ഒരു ക്ലൈമറ്റാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഇതിൻ്റെ അകത്തൊരു മുനിയറ ഉണ്ടായിരുന്നു. പണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു മുനിയറ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നല്ല രസകരമായ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അകത്തൊരു മണ്ണിൻ്റെ അടിയിലേക്ക് താണ്ടിരിക്കുന്ന ഒരു മുനിയറയാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ മുനിയറ
കണ്ടിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല. ഇത് കണ്ടോ, ഇതാണ് ഈ സംഭവം മുനിയറ. അതുണ്ടോ, ഇതിനകത്ത് ഇറങ്ങിയേക്കാൻ പോയി, പക്ഷേ ഇരുട്ടാണ് തോന്നുന്നു. എന്നാലും നമുക്ക് നെക്സ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. ഇതിനകത്ത് ആരും ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ചെളിയൊക്കെ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും നല്ല സംഭവമായിട്ട് പോലും ഇതേ ഒന്ന് ക്ലീൻ ചെയ്യുമോ, അതൊന്നൊരു പരിപാലിക്കുമോ എന്നുള്ളത്. 10 രൂപ വെച്ച് ടിക്കറ്റും മേടിക്കുന്നു. ഇതൊരു ചന്ദനാണേ, കണ്ടോ, ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് തൊടാം. നമ്മളിപ്പോൾ 10 രൂപ ടിക്കറ്റ് കൊടുത്ത് കയറിയേക്കണ ഇത് തൊടാം. ഒന്ന് മണത്ത് നോക്കട്ടെ. മണമൊന്നുമില്ല, മണവും ഗുണമൊന്നുമില്ല, അങ്ങനത്തെ ഒരു സംഭവമല്ല. കണ്ടോ, കൊള്ളാം, നല്ല ഒരു ആംബിയൻസാണ്. നിങ്ങൾ ആനക്കോട്ടപ്പാറ ഞാൻ കാണിച്ചു തന്നിട്ട് നിങ്ങളെന്നെ ഒരു മൈൻഡില്ലാതെ നിൽക്കണേ. ഇതുണ്ടോ ഉണങ്ങി നിൽക്കുന്ന ചന്ദനം, ഇതിനെല്ലാം നമ്പറൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ചന്ദനത്തിനും ഇങ്ങനെ നമ്പറൊക്കെ ഇട്ട്. അത് ഉണങ്ങി നിൽക്കുന്നത്, ഇത് ഉണങ്ങാത്തത്. അതായത് ഇതിനെല്ലാത്തിനും നമ്പറുണ്ട്. ഇത് ഈ ഒരു നമ്പർ, ഇതിൻ്റെ ഉള്ളിൽ പറയുന്ന നമ്പർ. ഇതുണ്ടോ, ഇത് പച്ചയാണേ. ഇല്ല തന്നെ ചന്ദനാശം മണത്ത ഒരു പൂപ്പൽ മണമല്ല കിട്ടിയേ. ഇത് കണ്ടോ, പുള്ളി ഇങ്ങനെ ഡാൻസ് കളിച്ചാൽ പുള്ളി വീഴുവാണെങ്കിൽ നമുക്കൊരു വീഡിയോ കിട്ടുള്ളൂ എന്ന് ഓർത്താൽ ഞാൻ. ഇതുണ്ടോ ചന്ദനം നിൽക്കണുണ്ടോ. ഇവിടെ വന്നല്ല ഏറ്റവും വലിയ സംഭവം, നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ മറയൂരിൽ നിന്ന് പോകുന്ന വഴിക്കുള്ള ഫോറസ്റ്റിലെ ചന്ദനങ്ങളൊന്നും കാണാൻ നിൽക്കണ്ട. ഇവിടെ വരുമ്പോൾ 10 രൂപ ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് പോയി ചന്ദനമൊക്കെ തൊട്ടടുത്ത് കാണാൻ തൊടാം. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാൽ നമ്മുടെ ശംഖുപുരം ഇതിൽ പോകുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ചന്ദനത്തൈകളുണ്ട് കേട്ടോ. നല്ല രസകരമായ ചന്ദനത്തൈകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അത് ഉണക്ക ചന്ദനത്തൈ വരെ തടി വരെ നമ്മൾ കണ്ടല്ലോ, ചന്ദനമരം കണ്ടല്ലോ. അതുകൊണ്ടോ ഇത് അടുത്ത ചന്ദനം നിൽക്കുന്നുണ്ട്. ഓരോ കമ്പനിയും ഒരു നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ കമ്പയിൽ ഈ ഇത് ഇട്ടങ്ങനെ ഇവിടെ കലാവിരുതുകൾ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച്. ഈ സൈസ് ചെടിയിൽ ഏറ്റവും കൂടുതൽ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ രണ്ടുപേരെ ഈ കപ്പിൾ പേരുകളൊക്കെ എഴുതി വെച്ചാണ്. ഈ ചെടിയെ പേരെഴുതി എന്തെങ്കിലും ഗുണം കിട്ടുമോലും. ഇത് നല്ല അടിപൊളി മുന്നേറിയ കേട്ടോ. ശിലായുഗത്തിൻ്റെ കാലത്ത് നിർമ്മിച്ചത്. ഇതിൻ്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നാണല്ലോ നിങ്ങളത് കാണിച്ചു തരാം. നിങ്ങൾ സമയമുള്ളവരിത് വായിച്ച് മനസ്സിലാക്കി. നമുക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും പറഞ്ഞു തരാൻ അറിയാൻ പാടില്ല. നമ്മുടെ ഒരു മുനിയറുണ്ടോ, ഇതുണ്ട് സൂപ്പർ മുനിയറ. ഇതാണ് കിണ്ണ മുനിയറ കേട്ടോ. കൊള്ളാം. അന്നത്തെ കാലത്ത് മുനിമാരിരുന്ന സ്ഥലമുണ്ടോ, എന്തായാലും കൊള്ളാം. സൂപ്പർ സ്ഥലം. നമ്മുടെ ഹൃദയരാഗം ആ ബോർഡിൻ്റെ അകത്ത് കണ്ടിട്ട് അത് വായിച്ച് ഒരു നല്ലൊരു കാര്യങ്ങൾ പഠിച്ചതേ വരുന്നുണ്ട്. പുള്ളി എന്നോട് പറയാ നിന്നെ ഞാൻ ശരിയാക്കി തരുന്നത്. പുള്ളി എന്നെ വധിക്കാൻ വേണ്ടിയിരിക്കുക. മൊത്തം പഠിച്ചു. മുനിയറ കണ്ടു. നമ്മളിത് ഇവിടെ കാവലിൽ കിടക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഫോറസ്റ്റുകാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നൈറ്റ് സമയങ്ങളിൽ കാവൽ കിടക്കുന്ന ഷെഡുകളുണ്ട് കണ്ടോ. നൈറ്റ് സമയങ്ങളിൽ കാവൽ കിടക്കുന്നുണ്ട് കണ്ടോ, ഷെഡുകളുണ്ട്. അത് ഫോറസ്റ്റിൻ്റെ വാച്ചർമാർ, അതായത് സെക്യൂരിറ്റി ജീവനക്കാർ ഒക്കെ താമസിക്കുന്ന, അവർ ഇവിടെ ഈ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് പോകാതെയും അത് നോക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അവർ താമസിക്കുന്ന ഷെഡുകളാണത്. പക്ഷെ നല്ല മനോഹരമായതിൻ്റെ അവിടെ തീയൊക്കെ പൂട്ടി അവരിവിടെ കിടന്നുറങ്ങും. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും. ഇവിടെ ഇഷ്ടംപോലെ ചന്ദനമരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചന്ദനമരങ്ങൾ കാണാൻ വേണ്ടി മറയൂരിൽ നിന്ന് പോകുന്ന വഴിക്കുള്ള ചന്ദനക്കാട്ടിൽ മാക്സിമം കയറാതിരിക്കുക. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ ചന്ദനങ്ങൾ നമുക്ക് തൊട്ടടുത്ത് കാണാം, ചന്ദനത്തെ തൊടാം. ഇവിടെ എൻട്രി ടിക്കറ്റ് എടുത്ത് നമുക്ക് കയറാം. 10 രൂപ എൻട്രി ടിക്കറ്റേ ഉള്ളൂ. ആ ടിക്കറ്റ് എടുത്ത് വന്നാൽ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാതെ. അങ്ങ് അകലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ മുനിയറകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കാണാതെ അവിടെയൊക്കെ വാച്ച് ടവറുകളുണ്ട്. നമ്മൾ പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞത് ഇതൊരു പാർക്കെട്ടാണ്. സ്വാഭാവികമായിട്ട് മുനിമാരോ അല്ല മറ്റൊരു തപസ് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കാം, എനിക്കറിയത്തില്ല, ആയിരിക്കാം. പക്ഷേ ഈ പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ കാറ്റോ മഴയോ ഒക്കെ വരുമ്പോഴത്തേക്ക് രക്ഷപ്പെടാൻ പറ്റും ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും ഒരു പക്ഷേ മുനിയറയെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞത് എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്. ഇത് വേറെ ഒരു കാഴ്ചപ്പാടുമായിട്ടുള്ളൂ. എന്തൊരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞത്. എവിടുന്നാണ് നിങ്ങൾ എന്തായാലും
മദ്യം കൊണ്ട് നല്ല സാഹിത്യം പറയാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലായി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചേട്ടന്മാർ വന്ന്, നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മൾ 2 ചേട്ടന്മാർ വന്ന് എന്തൊരു സാഹിത്യമാണെന്ന് പറയുമോ അല്ലേ ചേട്ടാ? അത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. വായിന്ന് ഇങ്ങനെ വരുന്നതെല്ലാം ഒരു പേപ്പർ മാൻ ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതി വെച്ചത്. അത്രയ്ക്ക് കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ട്. വളരെ വളരെ സെറ്റപ്പ് കാര്യങ്ങളല്ലേ പുള്ളിയിൽ, അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അത് നമ്മുടെ ഹൃദയരാഗത്തിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. ഹൃദയരാഗത്തിൽ നിന്നിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ കുറച്ചുള്ളത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാൻ കാണിക്കൂട്ടോ. ഇതൊക്കെ സാഹിത്യമൊക്കെ നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ളവൻ്റെ കഴിവ്. കണ്ടോ, ഇത് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേനും നേരെ ഇങ്ങനെ കയറ്റി വെച്ചായിരുന്ന കല്ല് താഴെ ഊർന്നിയാടി പോയതൊക്കെയാട്ടോ. കൊള്ളാം, ഇതൊക്കെ നല്ല. ഇതിപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന. ഇപ്പം അവർ ഫോറസ്റ്റുകാർ ഏറ്റെടുത്ത കാരണം മാത്രം ഇവിടെ ഒരു കുരിശുണ്ട് കേട്ടോ. ഇത് രസമാണെന്നറിയാം. ഇവിടെ ഒരു കുരിശുണ്ട്, അവിടെ ഒരു അമ്പലമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഈ കാണുന്നത് കോവിൽക്കടവാണ്. ആ കാണുന്നതാണ് മറയൂർ. ഈ തെങ്ങും അടയ്ക്കാമരവും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മറയൂർ. പിന്നെ അത് ഈ കാണുന്ന ചെറിയതായിട്ട് കാണുന്നതെല്ലാം അടയ്ക്കാമരവും, വലുതായിട്ട് കാണുന്നതെല്ലാം തെങ്ങാണ്. ഏറ്റവും കൂടുതലിപ്പം നമ്മുടെ അങ്ങോട്ട് അടയ്ക്കയൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ മറയൂരിൽ നിന്നാണ്. മറയൂരിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടയ്ക്ക. നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ, പണ്ട് ഹൈ റേഞ്ചിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം നിലവിൽ ഹൈ റേഞ്ചിലുള്ള എല്ലാ സംഭവങ്ങളും അവിടെയുള്ളതെല്ലാം നശിച്ചു പോയി. ഇവിടെ ഈ പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്കെല്ലാം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മനോഹരമായ ഒരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ വരാം. അപ്പം നമ്മുടെ മറയൂർ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത മറയൂരിലെ അടുത്ത കാഴ്ചയുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം ബായ് ബായ്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.